എന്തോ അമ്മേ ഇവരെന്നെ അറസ്റ്റ് ചെയ്തിട്ട് വരാണല്ലോ. ചാർലിയുടെ ഒരു വിവരം പറയാനാ. അത്രേ ഉള്ളൂ. ഞാൻ വിചാരിച്ചു എന്താ അത്യാവശ്യമായിരിക്കുന്നു. എന്താ കാര്യം? 10-ാം തീയതിക്ക് ശേഷം ഏത് ദിവസം ഓപ്പറേഷൻ ഉണ്ടാവുമെന്ന് ആർക്കി സാർ പറഞ്ഞു. ചാർലി വിവരം അറിയിക്കണം. അടുത്ത 10-ാം തീയതി അല്ലേ? അതിന് ഇപ്പോഴേ തന്നെ അറിയിക്കണോ? വേണം. അവൻ തിരക്കിലാവും. ഒരുപാട് എന്തൊക്കെയോ ചെയ്യാനുണ്ടെന്ന് എഴുതിയിരുന്നു. ചാർലി വന്നാലേ ഞാൻ ഓപ്പറേഷന് സമ്മതിക്കൂ. കണ്ണു തുറന്ന് ആദ്യം നോക്കുന്നത് അവന്റെ മുഖത്തേക്കാവണം. ഞാൻ അന്വേഷിച്ച് നടക്കുകയായിരുന്നു. എന്താ കാര്യം? ഇവിടെ വെച്ച് തന്നെ കണ്ടത് നന്നായി. ഞാൻ ഒരു സാധനം കാണിച്ചു തരാം. അലമാരി വെച്ചിരിക്കുക. അയ്യോ കാണണ്ട. എന്നാലും ഒന്ന് കാണാലോ. പിന്നെ സൗകര്യപൂർവ്വം കണ്ടോളാം. ഇപ്പൊ തന്നെ കാണുന്നില്ലല്ലോ. അത് പോരാ, ഇപ്പൊ തന്നെ കാണും. അത് പിന്നെ എപ്പോഴായാലും കണ്ടാ പോരെ? അത് മാത്രമല്ല, ഇതിനകത്തിരിക്കുന്ന സാധനത്തിന് സത്യത്തിനായിട്ടൊരു കണക്ഷനും. അതെ, അതും കൂടി പറയാനാണ് ഞാൻ തന്നെ അന്വേഷിച്ചത്. പിന്നെ ബോംബെയിൽ ഒരു കച്ചേരി നടത്തണം. എന്റെ വയലിൻ കച്ചേരി. അതിനു വേണ്ടി ഒരു വയലിൻ ഞാൻ മാറ്റി വെച്ചിരിക്കാം. അറിയാതെ എന്റെ ഒന്നുമില്ല. ഞാനേ അസലായിട്ട് വയലിൻ സീരിയസ് ആയിട്ടൊരു കാര്യം പറയുമ്പോ ചുമ്മാ ഇരിക്കാം. പറഞ്ഞു. ആ തൂത്തുക്കുടിയിലോ അല്ല പിന്നെ ചാലക്കുടിയിലോ ലാൽക്കുടിയിലോ ഒരു വലിയ വയലിൻ തോന്നുന്നുണ്ടല്ലോ. അദ്ദേഹത്തിന്റെ കൂടെ ആയിരുന്നു ഞാൻ. ചെന്ന് കയറി 24 മണിക്കൂർ കഴിഞ്ഞപ്പോ അദ്ദേഹം പറഞ്ഞു, ഡൈ ശ്രീനിവാസ, നീ പോയി തനിയെ വായിക്കോ, അതാ ഉനക്ക് ബെറ്റർ. അന്ന് മുതൽ എന്റെ മനസ്സിൽ വലിയൊരു ആഗ്രഹമാണ് ബോംബെയിൽ ഒരു വയലിൻ കച്ചേരി നടത്തുന്നത്. ബോംബെയിൽ നല്ല ഇൻഫ്ലുവൻസ് കാണുമല്ലോ. എന്നാ കച്ചേരി ഗംഭീരമായിരിക്കും. വയലിൻ ഇന്ന് വയലിൻ കാണാൻ പറ്റിയ മുഹൂർത്തമല്ല. പോരാത്തതിന് ഇപ്പൊ യമകണ്ഠ കാലം കൂടി. യമകണ്ഠമാണോ? നീയും കാണണ്ട ഞാനും കാണണ്ട. ഓപ്പ ഒരു വയലിൻ ഉസ്താദല്ലേ? കൊച്ചി കള്ളൻ ആരോടും പറയാതെ ഞാനൊരു ഉമ്മരട്ടെ. എന്റെ അമ്മേ, ഇങ്ങോട്ടറിയാം. ഓപ്പ ഇപ്പൊ കണ്ടുപിടിച്ചേനെ. കണ്ടാലെന്താ? ഈ കുതിരക്ക് പേടിയൊന്നുമില്ലേ? അയ്യോ അതെ അമ്മ. അയ്യോ ചിരി വരിക. ഇതാ മാപ്പിള പാട്ടുകാരനല്ലേ? നിനക്കെന്താ ഇവിടെ കാര്യം? ഗുണ്ട് മേടിക്കുന്ന നമ്പർ തേടിയ വള്ളി കാലി അല്ല കയ്യിൽ ചിറ്റി. നീ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നേ? ആ ഓപ്പ എങ്ങനെ കണ്ട? നിന്റെ കോപ്പന്നെ കണ്ടുടാ. ഇവിടെ കയറി ഒളിച്ചിരുന്നാ കണ്ടുപിടിക്കാനും കഴിയില്ല. എവിടുണ്ടെങ്കിലും ഞാൻ കണ്ടുപിടിക്കും. ഉമ നിർബന്ധമായിട്ടും പറഞ്ഞോണ്ടാ വന്നത്, അല്ലാതെ ഇവിടുത്തെ കളി പുറത്താക്കാനല്ല. ഉമയും പിള്ളേരും കാണാഞ്ഞു എനിക്ക് മനസ്സിനൊരു സുഖമില്ല. വരുന്നുണ്ടെന്ന് പറഞ്ഞേക്ക്. ഇവിടുന്ന് ഒരു ഒഴിവ് കിട്ടിയാ ഞാൻ എത്തും. 10-ാം തീയതി ഓപ്പറേഷൻ. അതിനു മുമ്പ് വരും. ആർക്കെ സാർ പണമൊക്കെ കൊടുക്കുന്നുണ്ടല്ലോ അല്ലേ? അതിനൊന്നും ഒരു പ്രശ്നമില്ല.
പ്ലീസ് വേണ്ട ഓപ്പേ പുറത്തു പോകാൻ വേണ്ട പുറത്തു പോകാനാണ് പറഞ്ഞത്. എടാ, കുഞ്ഞുനാൾ മുതൽ കൈ വളരുന്നോ കാല് വളർന്നോ നോക്കി ഉപ്പും ചോർന്നൊന്ന് വളർത്തിയത് സുഭദ്രയാ. അതിന്റെ കൂലിയാണോടാ ഇത്? എന്നെ നൃത്തം പഠിപ്പിച്ച് ലോകം മുഴുവൻ കൊണ്ടു നടന്ന് പേരും പെരുമയും ഉണ്ടാക്കി തന്നതിന്റെ പ്രതിഫലമാണോ ഇത്? അന്നില്ലാത്ത നായ. എന്താ എന്താ ഉണ്ടായത്? വിട്. ചോദിച്ചു നോക്ക് പുന്നാര മോനോട് എന്താ ഉണ്ടായത്. ഇവൻ ഇവിടെ നിന്ന് വല്ല മോഷ്ടിച്ചോ? മോഷ്ടിച്ചു. കൂടെ നിർത്തി നൃത്തം ചെയ്യിച്ചു എന്ന് കരുതി സംഗീതം ഇവന്റെ സ്വന്തമാണെന്ന് കരുതിയോ? കരുതി. കുട്ടിക്കാലം മുതൽ ഒന്നിച്ച് കളിച്ചു വളർന്നപ്പോ അങ്ങനെ കരുതി. ഞങ്ങൾ പരസ്പരം ഇഷ്ടപ്പെട്ടത് ഒരു തെറ്റാണോ? ആരും ഒന്നും പറഞ്ഞില്ലല്ലോ ഞങ്ങളോട്. അമ്മാടിത്തരം കാണിച്ചിട്ട് തട്ടിക്കയറുന്നോടാ. പിന്നെ ഞാൻ ശരിയല്ലേ അവൻ പറഞ്ഞത്? നിങ്ങൾ ഇങ്ങനെ തുള്ളുന്നത് കണ്ടാ തോന്നൂല്ലോ അവൻ എന്തോ കൊലക്കുറ്റം ചെയ്തിട്ട് നിൽക്കുകയാണെന്ന്. എടി നിനക്ക് അറിയാഞ്ഞിട്ടാ? അറിയാഞ്ഞിട്ടല്ല, അറിഞ്ഞിട്ട് തന്നെയാ. ബന്ധം വെച്ച് നോക്കിയാല് അവൻ അവകാശപ്പെട്ടത് തന്നെയല്ലേ അവള്. അതൊക്കെ ശരിയായിരിക്കാം, പക്ഷെ സുഭദ്രക്ക് ഇഷ്ടാവല്ലത്. സംഗീതയുടെ കല്യാണം ഏതാണ്ട് ഉറപ്പിച്ച പോലെ പെണ്ണ് കാണാൻ പറഞ്ഞോണ്ട് ചെറുക്കനും കൂട്ടരും. എന്താ ഞാൻ ചെയ്യേണ്ടത് ഈശ്വര? ഇരിപ്പ് കണ്ടില്ലേടി? എല്ലാം തരച്ചൊക്കെ പോയിട്ടുണ്ടാവല്ലേ? കുറേശ്ശെ വയക്കുന്നുണ്ടോ? കുട്ടിക്കാലം മുതലേ എന്റെ കൂടെ തന്നെയാ അവള്. മറ്റൊരു വീട്ടില് നിന്നിട്ടില്ല. കൊണ്ടുപോണത് ദൂരേക്കൊന്നും അല്ലല്ലോ, എപ്പോ വേണമെങ്കിലും വരാൻ പോവാം. നിങ്ങൾക്കൊക്കെ അങ്ങോട്ടും എപ്പോഴും വരാല്ലോ. അതെ, പിന്നെ നോക്കൂ, ഇവിടെ ഇങ്ങോട്ട് നോക്കൂ. ഇഷ്ടം പോലെ കഴിച്ചോളൂ, ഫ്രീ ആയിട്ട് കിട്ടണല്ലേ. വേറെ എടുത്തോളൂ, എടുത്തോളൂ. ഇരിക്കൂ, വരൂ, ഇരിക്കൂ. ദേ അവരൊക്കെ വന്നു. സുഭദ്രടുത്തെ അന്വേഷിക്കുന്നുണ്ടായിരുന്നു അവിടെ. ഞാൻ പോണില്ല അങ്ങോട്ട്. കാര്യങ്ങളൊക്കെ ഇത്ര അറിയുന്ന സ്ഥിതിക്ക് സുഭദ്രയുടെ മുമ്പിൽ പതറും ഞാൻ. വേണ്ട, വരുന്നത് പോലെയൊക്കെ വരട്ടെ. എല്ലാം പറഞ്ഞു ഉറപ്പിച്ച സ്ഥിതിക്ക് എനിക്കിനി ഒരു റിക്വസ്റ്റും കൂടിയുണ്ട്. കുറെ കാലമായിട്ട് ഞങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന ഒരു പ്രോഗ്രാം ഉണ്ട്. മാർച്ചിലാണ് അതിന്റെ പെർഫോമൻസ്. അതും കൂടെ കഴിഞ്ഞിട്ടാവാം കല്യാണം. അതിനു മുമ്പാവുമ്പോ അതൊരു ഡിസ്ട്രാക്ഷൻ ആവും. സംഗീതയ്ക്ക് മാത്രമല്ല, എനിക്കും. മാത്രമല്ല എനിക്കും. ഈ ബന്ധം തന്നെ ഞങ്ങൾക്കൊരു അനുഗ്രഹ. അപ്പൊ പിന്നെ ഇവിടുത്തെ ഇഷ്ടം എന്താന്ന് വെച്ചാൽ അത് അങ്ങനെ തന്നെ. എന്നാ കുട്ടിയെ വിളിക്കൂ. വയ്യ, എനിക്ക് വയ്യ. ഒരാള് മനസ്സിൽ വെച്ച് മറ്റൊരാളുടെ മുന്നിലേക്ക് കൊടുത്തൊരുങ്ങി ചെല്ലാൻ വയ്യ എനിക്ക്. എത്ര പ്രാവശ്യം ഞാൻ പറയുന്നു. അമ്മയ്ക്കൊരു സമാധാനത്തിന് വേണ്ടിയെങ്കിലും ഒന്ന് ചെല്ലു ചേച്ചി. അത് കഴിഞ്ഞൊക്കെ സാവകാശം പറഞ്ഞ് മനസ്സിലാക്കാം. ആഹാ, നീ ഒരുങ്ങിയില്ലേ? അവരൊക്കെ അവിടെ കാത്തിരിക്കുക. എന്താ ഇവിടെ ഇങ്ങനെ മുഖം മുറിപ്പിച്ചിരിക്കുന്നത്? അവരൊക്കെ ഇന്ന് വരുന്ന കാര്യം നേരത്തെ നിന്നോട് പറഞ്ഞല്ലേ ഞാൻ? എഴുന്നേക്ക്, വേഗം റെഡിയാകും. എനിക്ക് വയ്യ. അതെന്താ, നിനക്ക് അസുഖം വല്ലതും ഉണ്ടോ? ചേച്ചിക്ക് എനിക്ക് ഇഷ്ടമല്ല ഈ ബന്ധം, അത്ര തന്നെ. എന്ത് പറഞ്ഞടി? കുരുത്തം കെട്ടവിടെ. ഇഷ്ടമല്ലെന്നോ? പിന്നെ ഏത് ഗന്ധർവനാടി നീ നോക്കി വെച്ചിരിക്കുന്നത്? നല്ലൊരു ബന്ധം വന്നപ്പോ അത് വേണ്ടെന്നാണോ പറഞ്ഞത് നീ? എനിക്കൂടെ ഇഷ്ടാവട്ടെ. എന്ത് പറഞ്ഞടി? പറഞ്ഞത് പറഞ്ഞു എന്നോട് തർക്കുത്തരം പറയാനും പഠിച്ചല്ലേ നീ? അമ്മയുടെ വാക്ക് തെറ്റിക്കാൻ നിനക്ക് മനസ്സ് വന്നല്ലോ മോളെ. എത്ര നിർബന്ധിച്ചിട്ടും ഒന്നും കഴിക്കുന്നില്ല ചേച്ചി. ഒന്നും വേണ്ടാന്ന് കിടന്ന് കരയ്യ. ചാർലി, എനിക്ക് പേടിയായി തുടങ്ങിയിരിക്കുന്നു. ഒരിക്കൽ ചേച്ചിയെ ഒരുപാട് ഉപദേശിച്ചവളാ ഞാൻ ഈ ബന്ധത്തെക്കുറിച്ച്. ഇനിയിപ്പോ നമ്മുടെ കാര്യത്തിലും ഇത് തന്നെ ആവില്ലേ സ്ഥിതി? എന്താ ഉണ്ടാവുക? മാനസിക എന്താ തോന്നുന്നത്? എനിക്കറിയില്ല. എനിക്കിപ്പോ ഒന്നും അറിയില്ല. ഈ സനുചേച്ചിയുടെയും വിജയന്റെയും കാര്യത്തിലും എന്താ ഉണ്ടാവുക എനിക്കറിയില്ല. എനിക്കറിയാം എന്താ ഉണ്ടാകുക എന്ന്. അവിടെ മാത്രം മകളല്ലല്ലോ സംഗീത. എത്ര കൊമ്പത്തുള്ള ബന്ധമാണെങ്കിലും എന്റെ മോക്ക് അത് ഇഷ്ടമല്ലെങ്കിൽ ഈ കല്യാണം നടക്കില്ല, നടക്കരുത്. ഒക്കെ നിശ്ചയിച്ചുറപ്പിച്ച മട്ട വെട്ടിക്കൊല്ലാനാ സുഭദ്രാമ നിൽക്കണേ. സമ്മതിക്കേണ്ടി വരും സംഗീതയ്ക്ക്. ഇല്ല, സമ്മതിക്കേണ്ടി വരില്ല. ചാർലി, നീ പറ ആ കുട്ടികളോട്.
ഇങ്ങോട്ട് ഇറങ്ങി പോരാൻ. ഞാൻ നോക്കുവരെ, ഞാൻ കൊടുക്കുവർക്ക് അഭയം. അതാ നിന്റെ ജോലി, മനസ്സിലായോ? ചോദിക്കാറില്ല എന്താ എന്റെ ജോലി, എന്താ എന്റെ ജോലി എന്ന്. ഇതാണ്. അടച്ചു പൂട്ടിയിട്ടുണ്ടാവും സുഭദ്ര അവളെയും ഓപ്പ അവനെയും. അവരെ ഇറക്കിവിടെ എന്റെ അടുത്തേക്ക്. എന്താ ചെയ്യണ്ടെന്ന് എനിക്കൊരു രൂപവുമില്ല. അവളുടെ അച്ഛനാ പറയുന്നത്. ഈ ഞാൻ നിന്നെ അങ്ങോട്ട് അയച്ചതിനാണെന്ന് വെച്ചോ. അവിടെ നിൽക്ക്. ഒരു കാര്യം പറയാനുണ്ട് നിന്നോട്. വാ. ഇത്രയും കാലം കൂടെ നിന്നിട്ട് ഇത്രയൊക്കെ ആക്കിയിട്ട് എന്നെ ചതിക്കുക ഇപ്പോ? അമ്മേ, എനിക്കറിയാം സത്യ, അവളെ പോലെ നീ ആവില്ലെന്ന്. ദൈവമാണ് എനിക്കിപ്പോ നിന്നെ കൊണ്ടുവന്ന് തന്നത്. ആൺമക്കളില്ല എനിക്ക്, ഉള്ളത് 2 പെൺകുട്ടികളും. അവരുടെയൊക്കെ കാര്യങ്ങൾ നോക്കേണ്ട ആള് അവരുടെ അച്ഛൻ ഒക്കെ ഉപേക്ഷിച്ച് എന്നെ ഇറങ്ങിപ്പോയി. നല്ലൊരു ബന്ധമാണ് ഞാൻ സംഗീതയ്ക്ക് കൊണ്ടുവന്നത്. നമ്മുടെയൊക്കെ നിലയ്ക്കും വിലയ്ക്കും ഒത്ത ബന്ധം. വാക്കു കൊടുത്തുപോയി ഞാൻ അവർക്ക്. ഇപ്പൊ ഇവളിങ്ങനെ ഇടം തിരിഞ്ഞു നിന്നാൽ എങ്ങനെയാ ഞാൻ അവരുടെ മുഖത്ത് നോക്കുക? ഇല്ലാത്ത എന്റെ മകന്റെ സ്ഥാനമാ ഞാൻ നിനക്ക് തന്നിട്ടുള്ളത്. നീ പറയണം അവളോട്. അവളുടെ സഹോദരന്റെ സ്ഥാനത്ത് നിന്ന് പറഞ്ഞ് മനസ്സിലാക്കണം. നീ പറഞ്ഞ അവൾ അനുസരിക്കും. ഒരമ്മയുടെ അപേക്ഷയാ. പറയില്ലേ നീ? എനിക്ക് വേണ്ടി അവളോട് സംസാരിക്കില്ലേ നീ? എന്താ അമ്മയോട് പറയാന്ന് എനിക്കറിയില്ല. ചെകുത്താന്റെ കടലിൽ നടക്കാൻ ഞാനിപ്പോ. ആരാ ചെകുത്താൻ, ആരാ കടല്? അച്ഛൻ ചെകുത്താൻ, അമ്മ കടലല്ലേ? അല്ലെങ്കിൽ അമ്മ ചെകുത്താൻ, അച്ഛൻ കടല്? ഇതിനിടയിൽ സ്നേഹിക്കുന്ന 2 മനസ്സുകളുള്ളത് ചാർലി മറന്നോ? സനുചേച്ചിയും വിജയും ഒരുമിച്ച് ജീവിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഒരുമിച്ച് മരിക്കുമെന്നെങ്കിലും ചാർലിക്ക് മനസ്സിലായിട്ടില്ലേ ഇതുവരെ? അവരുടെ കൂടെ ചാർലി നമ്മൾ നിൽക്കേണ്ടത്. ഒന്നും അല്ലെങ്കിലും സനുചേച്ചി പോകുന്നത് സ്വന്തം അച്ഛൻ്റെ അടുത്തേക്കല്ലേ? ഇത്രയും കാലം ഞങ്ങൾക്ക് നിഷേധിക്കപ്പെട്ടിരുന്ന അച്ഛന്റെ സ്നേഹം ഇനി മുതൽ സനുചേച്ചിക്ക് കിട്ടുമായിരിക്കും. ഇപ്പൊ നമ്മൾ അവരെ സഹായിച്ചില്ലെങ്കിൽ നമ്മുടെ കാര്യം വരുമ്പോ ആരും നമ്മളെ സഹായിക്കാനുണ്ടാവില്ല. ഉണ്ടാവും, എല്ലാവരും ഉണ്ടാവും. ഒരു ലോകം മുഴുവൻ. നിന്റെ വീടിന്റെ മതിൽക്കെട്ടിനപ്പുറത്ത് വിശാലമായൊരു ലോകം ഉണ്ടടി കുട്ടിക്കുതിരേ. വേഗം വാ ചേച്ചി, വാ. മനസ്സി, രാവിലെ എല്ലാവരും ഇതറിയും. എന്നോടും ചോദിക്കും നിന്റെ അമ്മ. എന്തു പറയും ഞാൻ? ഗൂഢാലോചനയായിരുന്നു എല്ലാരും കൂടെ എനിക്കെതിരായി നടത്തുന്ന ഗൂഢാലോചന. എന്റെ മ്യൂസിക്കൽ പ്രോഗ്രാം നശിപ്പിക്കാൻ, എന്നെ തോൽപ്പിക്കാൻ. ആരും നന്നാവുന്നത് കണ്ടുകൂടല്ലേ നിങ്ങൾക്കൊന്നും? സുഭദ്ര, ഞങ്ങള് മിണ്ടരുത്, ഒരക്ഷരം വേണ്ടി പോരുത്. നാണമില്ല ലോപ്പയ്ക്ക്. ഇവിടെ എന്റെ കൂടെ നിന്നിട്ട് സ്വന്തം മകന്റെ കാര്യം വന്നപ്പോ എനിക്കെതിരെ തിരിഞ്ഞു നിങ്ങള്. അവന്റെ കൈയും കാലും ഓടിച്ചിടാൻ വയ്യായിരുന്നു ഓപ്പയ്ക്ക്. കുറെ നേരമായില്ലേ കടന്ന് തുള്ളുന്നു. ഞങ്ങളുടെ മകനെ കുറിച്ച് മാത്രമേ നിങ്ങൾക്ക് പറയാനുള്ളൂ. കയറുകൂട്ടി ചോടിതേ നിങ്ങളുടെ മകളും കൂടിയാ. അമ്പികെ, നീ ഒന്നും മിണ്ടാതിരിക്കണം, ഇനി മിണ്ടാതിരിക്കണം അല്ലേ? ഈ സ്ത്രീയുടെ ഏട്ടനല്ലേ നിങ്ങള്? ആ സ്ഥാനം പോലും തന്നിട്ടില്ല നിങ്ങൾക്ക്. എപ്പോ നോക്കിയാൽ ആട്ടും തുപ്പല്ലേ? എത്രയെന്ന് വെച്ച സഹിക്കാൻ വയ്യാത്തവർ ഇറങ്ങി പൊക്കോണം ഈ വീട്ടിൽ നിന്ന്. എനിക്കെതിരെ നിൽക്കുന്നവരെ പറയുന്നവരെ കാണണ്ട. എനിക്ക് എല്ലാവരോടും പറയുന്നത് കേൾക്കുന്നുണ്ടോ? നശിക്കട്ടെ, എല്ലാം നശിക്കട്ടെ, എല്ലാം തുറഞ്ഞു പോട്ടെ. നിന്നോട് ഞാൻ അപേക്ഷിച്ചതല്ലേ സത്യ? അവളെ പറഞ്ഞ് മനസ്സിലാക്കണമെന്ന് കരഞ്ഞു പറഞ്ഞതല്ലേ? നീയും എന്നെ കൈയൊഴിഞ്ഞല്ലോ മോനെ.